കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്. BJPയുടെയും RSSന്റെയും എല്ലാ കാലത്തെയും ആഗ്രഹമാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും BJP ഭരിക്കുക എന്നത്. അത് ചിലപ്പോൾ പ്രാവർത്തികമാകാൻ ഇടയില്ല. എന്നിരുന്നാലും BJP സ്പോൺസേഡ് സർക്കാരെങ്കിലും വേണം. ഇതാണ് BJPയുടെ നിലപാട്. അതിതാ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് UDF സർക്കാരിൻ്റെ പുതിയ നയ നിലപാടുകൾ നമ്മോട് വിളിച്ചു പറയുന്നത്. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാർ, കേരളം ഭരിക്കുന്നത് BJP സ്പോൺസേഡ് സർക്കാർ എന്ന് വെച്ചാൽ കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നിരിക്കുന്നു എന്നർത്ഥം. ഇനി വികസനത്തിൻ്റെ വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാകും എന്നാണ് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ എന്നിവർ എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? നയപ്രഖ്യാപന പ്രസംഗം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ നയനിലപാടുകൾ പ്രഖ്യാപിക്കുകയാണ്. അടുത്ത ഒരു വർഷം എന്ത് നയമായിരിക്കും ഓരോ വികസന കാര്യത്തിലും സർക്കാർ സ്വീകരിക്കുക എന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിൽ പക്ഷേ എവിടെയും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനം പോലും ഉന്നയിച്ചിട്ടില്ല എന്നത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സ്വാഭാവികമായും കേരളത്തിൽ ഭരിക്കുന്നത് BJPയുടെ അജണ്ട നടപ്പാക്കുന്ന സർക്കാരാണ് എന്ന സൂചനയിലേക്കാണ് കടക്കുന്നത്. എന്നാൽ ഇങ്ങനെയായിരുന്നില്ല കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച സർക്കാർ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കാറുണ്ട്. കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലും നാം അത് കണ്ടതാണ്. ഇപ്പോഴത്തെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ് അന്നും നയപ്രഖ്യാപനം പ്രസംഗം നടത്തിയത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശം വായിക്കാതെ വിട്ടു അദ്ദേഹം. എന്നാൽ മുഖ്യമന്ത്രി നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പറഞ്ഞ വാക്കുകളുണ്ട് നമ്മുടെ മുന്നിൽ. അത് നമുക്ക് കേൾക്കാം. ഓർഡർ ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. യെസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചെയറിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. അനുച്ഛേദം 176 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഗവൺമെൻറ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12-ലെ ആദ്യ വാചകം ഇപ്രകാരമാണ്: കോട്ട്, ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15-ലെ അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16-ലെ അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും
സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എന്നാൽ ഇപ്പോഴോ അതൊന്നും വേണ്ട, ഒരുമിച്ച് സഹകരിച്ച് പോകാം എന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നത്. അതിന് കൂട്ടുപിടിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും. ഫാസിസത്തിനെതിരെ RSSനെതിരെ കടുത്ത നിലപാടെടുത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് ഐക്യം പ്രഖ്യാപിക്കുന്നു VD സതീശൻ സർക്കാർ, UDF സർക്കാർ എന്നതാണ് വിരോധാഭാസം. രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ച ഭാഗം കേൾക്കാം. And cooperation among all sections of society, drawing inspiration from the words of the first Prime Minister of India, Pandit Jawaharlal Nehru, quote, "To work together is better than to work singly, and to work together for the common good is best of all," unquote. ഇതാണ് രണ്ട് സർക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. BJPക്കെതിരെ, കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ, നയങ്ങൾക്കെതിരെ, RSSനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് എല്ലാ കാലത്തും LDF സ്വീകരിച്ച നിലപാട്, CPM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാട്. എന്നാൽ UDFോ ഒത്തൊരുമിച്ച് സഹകരിച്ച് പോകുക എന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? BJPയുടെ സഹകരണത്തോടുകൂടി ഭരണം മുന്നോട്ട് പോകാൻ, BJPയുടെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് നയപ്രഖ്യാപന പ്രസംഗം. എന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതി അടക്കം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് സർക്കാർ. എന്തായാലും ഇനി അടുത്ത 5 വർഷം കേരളം ഭരിക്കുന്നത് BJP സ്പോൺസേഡ് സർക്കാരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. BJPയുടെ അജണ്ട നടപ്പാക്കുന്ന UDF സർക്കാർ.